അനിൽകുമാർ, നമ്മൾ ഈ ചടങ്ങിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും അടുത്തടുത്ത് ഇരുന്നിട്ട് പോലും ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല, സഗൗരവം ഇരുവരും മടങ്ങുകയാണ്. ഈ തർക്കം അല്ലെങ്കിൽ ഈ ഒരു പരസ്പരമുള്ള വൈരാഗ്യം അത് മാറുന്നില്ല എന്നാണ് കാണുന്നത്. വൈരാഗ്യത്തിന്റെ പ്രശ്നമല്ല. കേരളത്തിലെ ഗവർണർ ഗവർണറായി പ്രവർത്തിക്കണം. കേരളത്തിലെ ജനങ്ങളോടാണ് അദ്ദേഹം പ്രാഥമികമായി ഉത്തരവാദിത്തം പുലർത്തേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭയെ അദ്ദേഹം ആദരിക്കണം. അതിന്റെ മന്ത്രിസഭയെ അദ്ദേഹം അംഗീകരിക്കണം. മന്ത്രിസഭയുടെ തലവനോട് ആദർശത്തോടെ പെരുമാറാനുള്ള മാന്യത ഗവർണർക്കുണ്ടാകണം. ഗവർണറാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ. രാജ്ഭവൻ അദ്ദേഹത്തിന്റെ വസതിയാണ്. തന്റെ വസതിയിൽ വരുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് എങ്ങനെയാണ് അനാദരവ് കാട്ടേണ്ടത് എന്ന് ഗവർണർ ഇന്നൊരു നിലപാടെടുത്തത് അപമാനകരമാണ്. ഇത് കേരളത്തെയാണ് അപമാനിക്കുന്നത്. ഗവർണർ രാജ്ഭവൻ എടുക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചെലവിൽ, കേരളത്തെ കടന്നാക്രമിക്കുന്നതിന്റെ ചെലവിൽ വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടിയുള്ള യജമാന സേവ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യജമാന സേവയ്ക്ക് ഗവർണർ പദവി രാജ്ഭവൻ ഉപയോഗിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ട മന്ത്രിമാരെ ചെയ്യുന്ന ചടങ്ങിനെ പോലും തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി അദ്ദേഹം ദുരുപയോഗിച്ചിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തെ ഗവർണർമാർ എങ്ങനെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഗവർണർ എന്നുള്ള ഒരു ദ്വന്ദ്വത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഗവർണർ എങ്ങനെ